ഫോട്ടോ എടുത്തേ ഞാൻ അയച്ചുതരാം. എൻ്റെ കാർഡ് വെച്ചാൽ നമുക്കൊരു മീറ്റ് ചെയ്യാം കേട്ടോ, ഒരു റെക്കോർഡ് ചെയ്യാൻ. These days are very important in the earthly ministry of our Lord Jesus Christ. And they are also very important as far as the ministry of our church is concerned. Because we prepare ourselves and we make an attempt to learn from the Word of God, to renew our faith and reconnect to our Lord Jesus Christ. And really it is a time of reflection and renewal. Yesterday we had our Lenten meditation. We had a wonderful time. If you don't mind, we are switching your program to Malayalam. No problem. All right, thank you. So, നമ്മുടെ സെക്ഷൻസ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ജോസ് കെ ജോൺ, മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റ് ക്രിസ്ത്യൻ. നമ്മുടെ രമേശ് ചെന്നിത്തലജി ഇവിടെയുണ്ട്. ഇന്ന് മുഴുവൻ ദിവസവും നമ്മുടെ കൂടെ ഉണ്ട്. ഇനി നമ്മൾ നടക്കുന്ന നല്ല ഒരു ചർച്ചയാണ്, പ്രവാസി സംബന്ധിയായ വിഷയങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് 3 സംഘടനകൾ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഇന്ന് ഹ്യൂസ്റ്റൺ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്നതിനുപരിയൊക്കെയായി ഞങ്ങള് ഭാവി മുഖ്യമന്ത്രിയായി സ്വപ്നം കാണുന്ന നമ്മുടെ സുന്ദരനായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം. പ്രവാസി സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ള വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. ഒടുവിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദ്യോത്തര പങ്ക്തിയുണ്ട്, അവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിന് രമേശ്ജിയെ ക്ഷണിച്ചിട്ട് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. രമേശ്ജി, വെൽക്കം. Each one of us. That's why we meditate upon the meaning of the cross. When we analyze the sermons of the early Christianity, particularly the apostle, Paul, especially Paul, the main content of their preaching was on